കെ.എം. രമ്യ രചിച്ച സൈൻ ഓഫ് സോളിറ്റ്യൂഡ് എന്ന ഇംഗ്ലീഷ് കവിതാസമാഹാരത്തിന്റെ പ്രകാശനത്തോടനുബന്ധിച്ച് പ്രൊഫസർ ഡോക്ടർ വി.ഡി. രാധാകൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ നിന്ന്. ഇംഗ്ലീഷ് സാഹിത്യം ഒരുപാട് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള മഹാന്മാരായ ഒരുപാട് സാഹിത്യകാരന്മാരുടെ ഒരു വലിയ ശൃംഖല അടങ്ങുന്നതാണ്. ഞാനത് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ഒരു കവിയും ആകാശത്ത് നിന്ന് പൊട്ടിവീഴുന്നില്ല. ഓരോ കവിയും സാഹിത്യമാകുന്ന, കവിതയാകുന്ന വലിയ സാഹിത്യ ശ്രേണിയിലെ ഓരോ കണ്ണികളാണ്. അത് ഇംഗ്ലീഷ് ഭാഷയുടെ പിതാക്കന്മാർ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ചോസറായാലും ഷേക്സ്പിയർ ആയാലും ഇന്ന് ഇവിടെ ഈ കവിതാ സമാഹാരം എഴുതി നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന രമ്യ എന്ന പുതിയ കവിതയുടെ നാമ്പായാലും ഇവരെല്ലാം ഒരൊറ്റ ചങ്ങലയുടെ കണ്ണികളാണ്. ഈ ചങ്ങലയിലെ ഓരോ കണ്ണികളും ഓരോ കാലഘട്ടത്തിൽ ഓരോ നാടുകളിൽ ആ ചങ്ങലയെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ നാമ്പുകളാണ് യഥാർത്ഥത്തിൽ സാഹിത്യത്തെ പിടിച്ചു നിർത്തുന്നതും വളർത്തുന്നതും വായനക്കാരെ അതിലേക്ക് അടുപ്പിച്ച് ചേർത്ത് നിർത്തുന്നതും. രചന എന്ന് പറയുന്നത് ഒരു വലിയ സൃഷ്ടിയാണ്, മഹത്തായ മാനവ കർമ്മമാണ്. കാരണം ഈ രചനയില്ലെങ്കിൽ ഭാഷയും സൂക്ഷിച്ചു പോകും. നമുക്കറിയാം, ഓരോ ഭാഷയും ലൈവായി നിൽക്കുന്നത് ആ ഭാഷയിൽ നല്ല കൃതികൾ ഉണ്ടാകുമ്പോഴാണ്. അല്ലാതെ എത്രയോ ഭാഷകൾ മൃതപ്രായമായിരിക്കുന്നു അല്ലെങ്കിൽ വിധി അടഞ്ഞിരിക്കുന്നു. പക്ഷേ ഇംഗ്ലീഷ് ഭാഷ ലോകത്തെമ്പാടും നിലനിൽക്കുന്നത് ഒരു പക്ഷേ നമുക്ക് പറയാം, ഇംഗ്ലീഷുകാർ ഈ ലോകം മുഴുവനും ഭരിക്കാൻ ഇറങ്ങിയത് കൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ ലോകത്തെമ്പാടും എത്തിയത്. പക്ഷേ ആ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു ഭംഗി സാറ് പറഞ്ഞതുപോലെ അത് നമ്മൾ ഒരുപാട് ഭാഷയൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും പക്ഷേ ആ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അതിൻ്റെതായ ഒരു ഗരിമയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സാറിനെ പോലെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അക്കാഡമിക്കായിട്ടുള്ള ഗെറ്റുഗതറിനൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കാം. പക്ഷെ ഇവിടെ ഞാൻ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള അല്ലാത്തതായിട്ടുള്ള ഇംഗ്ലീഷ് അറിയാത്ത ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ സംസാരിക്കുന്നു. ആ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറാൻ കഴിയുന്ന ഒരു കൃതിയാണ് രമ്യയുടെ സൈൻ ഓഫ് സോളിറ്റ്യൂഡ് എന്ന. ലോക സാഹിത്യം ഇംഗ്ലീഷുകാരാൽ മാത്രമല്ല ഇംഗ്ലീഷ് സാഹിത്യം പുരോഗതിയിലേക്ക് പോകുന്നു. ഇംഗ്ലീഷുകാർ മാത്രം എഴുതിയിട്ടില്ല. ലോകത്തിലെ പല മേഖലകളിലും പല രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഇംഗ്ലീഷ് പ്രചരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ സാഹിത്യ കൃതികൾ നടത്തുമ്പോൾ, രചന നടത്തുമ്പോൾ അതിനെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയും. ഓസ്ട്രേലിയക്കാർ ഇംഗ്ലീഷിൽ രചന നടത്തുമ്പോൾ അത് ഓസ്ട്രേലിയൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷായി. ആഫ്രിക്കക്കാർ നോക്കൂ, കറുത്ത ഭൂഖണ്ഡം, പക്ഷേ അവരുടെ കവിതയാണ് ഞാൻ അടുത്ത കാലത്തായി വായിച്ചതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു സമരമുണ്ട്, ആ ഒരു ചൂട്, ആ സമരവും ചൂടും അവരുടെ കവിതകളിലുണ്ട്, അവരുടെ നോവലുകളിലുണ്ട്. എത്രയോ കവികൾ, എത്രയോ എഴുത്തുകാർ ആഫ്രിക്കൻ ഭാഷയിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എഴുതുന്നു. അമേരിക്കൻ ഇംഗ്ലീഷ്, അമേരിക്കക്കാരായിട്ടുള്ള എന്തിന് ലോകപ്രസിദ്ധമായ കിഴവനും കടലും എന്ന് പറയുന്ന, ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്ന ആ നോവൽ അമേരിക്കക്കാരനായിട്ടുള്ള സാഹിത്യകാരനാണ്. അദ്ദേഹം അത് മെക്സിക്കോയിൽ പോയി എഴുതിയത് മാത്രം. മെക്സിക്കോയിലെ ഒരു മുക്കുവനെ കണ്ടിട്ട് ആ മുക്കുവന്റെ സമരം, കടലിനോടുള്ള സമരം, അതാണ് ആ നോവലിന്റെ ഇതിവൃത്തം. അപ്പോൾ സാഹിത്യത്തിന് ദേശമെന്നോ കാലമെന്നോ ഭൂഖണ്ഡമെന്നോ യാതൊരു വ്യത്യാസമില്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹിത്യത്തിന്റെ വളരെ ശക്തമായ ആ പ്രവാഹത്തിൽ ഓരോരുത്തരും ഓരോ ഈടുവെപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.
അതിൽ ഒരു സുപ്രധാന ഇടിവെപ്പാണ് ഇവിടെ ഇന്ന് രമ്യ നടത്തിയിട്ടുള്ളത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. രമ്യ തന്നെ പറയുന്നുണ്ട്, ഈ കവിതകൾ തന്നെ സാക്ഷ്യമാണ്. കാരണം ടെന്നീസന്റെ ലേഡി ഓഫ് ഷാലറ്റ് എന്ന് പറയുന്ന കവിത പഠിക്കുക മാത്രമല്ല നന്നായി അതിനെ മനസ്സിലാക്കുകയും അവസാനം ആ കവിതയിലെ ലേഡി ഓഫ് ഷാലറ്റായി മാറാനുള്ള ഒരു തന്മയി ഭാവം രമ്യയിൽ രൂപപ്പെട്ടതിൻ്റെ ഫലമാണ് ഇതിലെ ഒരു കവിത. അതുപോലെ തന്നെ വിഷ് ടു ബി കീറ്റ്സ് എന്ന ഒരു കവിതയുണ്ട്. വിഷ് ടു ബി കീറ്റ്സ്. ഞാൻ ഇതിലേക്ക് പോകുന്നില്ല, കൂടുതലൊന്നുമില്ല, ഓർമ്മ വരുന്ന മാത്രം പറഞ്ഞു നിർത്തി പോകണം. വിഷ് ടു ബി കീറ്റ്സ്, കീറ്റ്സ് ആവാൻ നോക്കും. റൊമാൻറ്റിക് പഞ്ചമഹാകവികളിൽ ഏറെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു കവിയാണ് ജോൺ കീറ്റ്സ്. 26 വയസ്സിൽ മരിച്ചുപോയി. പക്ഷെ 56 വയസ്സുകൊണ്ട് പിന്നീട് വന്ന ഒരുപാട് തലമുറകളെ ആകർഷിക്കാൻ സാഹിത്യത്തിലേക്കും കവിതയിലേക്കും കൈപിടിച്ച് നടത്താൻ പോകുന്ന ഒരുപാട് കവിതകൾ അദ്ദേഹം എഴുതി. ആ വിഷ് ടു ബി കീറ്റ്സ് എന്ന ആ കവിതയിലെ ഒരു വരി തന്നെ യഥാർത്ഥത്തിൽ കീറ്റ്സിന്റെ ലോകപ്രസിദ്ധമായ ഈരടികളുടെ സമാനമായ വരികളാണ്. ഹേഡ് മെലഡീസ് ആർ സ്വീറ്റ്. ഇപ്പോഴും ഇതിന് കമന്റ് പറയുമ്പോഴും പോലും ഞാൻ കേട്ടിട്ടുണ്ട്, റേഡിയോയിലൊക്കെ കമന്റ് വരുമ്പോൾ, ഫുട്ബോൾ കളിയുടെ അല്ലെങ്കിൽ വള്ളങ്ങളിലൊക്കെ കമന്റ് വരുമ്പോൾ, ഹേഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ഓഫ് സ്വീറ്റർ therefore you soft pipe play on. കേട്ട ഗാനം മധുരം, കേൾക്കാത്തതോ അതിമധുരം. അതുകൊണ്ട് വീണയെ നിങ്ങൾ പാടൂ, വാദ്യോപകരണങ്ങളെ നിങ്ങൾ പാടൂ. അതുപോലെ യഥാർത്ഥത്തിൽ രമ്യ 30 കവിതകളുമായി വന്നു. അതിൽ 3 ഞാൻ അതിൽ നിന്ന് മാറ്റി പുതിയ 3 ചേർത്തു രമ്യയുടെ കവിതകൾ. ഈ ഓരോ കവിതകളും വായിക്കുമ്പോൾ ഒരു കവിത കഴിഞ്ഞ് അടുത്ത കവിതയിലേക്ക് പോകുമ്പോൾ കീറ്റ്സ് പറഞ്ഞതുപോലെയാണ്, വായിച്ച കവിത മനോഹരമാണ്, പക്ഷെ വായിക്കാത്തത് ഇനിയും മനോഹരമാണെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ആ കവിതകൾ വായിച്ചത്. ഇത് വെറുതെ പറയുന്നതല്ല, സാർ പറയുന്ന പോലെ വളരെ നന്നായിട്ടുണ്ട് എന്ന് വെറുതെ പറയുന്നതല്ല. ഇത് വായിച്ചപ്പോൾ മനസ്സിലായി, ലോക സാഹിത്യം ഏതാണ്ട് നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഒരു കാലത്ത് ബൈഹാർട്ടായിരുന്നു പല കവിതകൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആഫ്രിക്കൻ കവികളെ, ഓസ്ട്രേലിയൻ കവികൾ, അമേരിക്കൻ കവികൾ എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, കാൽപ്പനിക കവികൾ, വിക്ടോറിയൻ കവികൾ എല്ലാവരും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇന്ത്യൻ റൈറ്റിംഗിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന രമ്യയുടെ കവിതാ സമാഹാരം വളരെ മൂല്യവത്തായ ഒരു സൃഷ്ടിയാണ്, കലാസൃഷ്ടിയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല.